ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത് ഹെക്സ് റോലിൻ മോഡലായിരുന്നു. ആ മോഡലിനെ കുറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. ആ മോഡലിൻ്റെ പേര് ശരിക്കും ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി എന്നാണ്. അതുപോലെ തന്നെ മോഡേൺ തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് വിളിക്കും. പിന്നെ ചിലപ്പോൾ ഫാക്ടർ അബണ്ടൻസ് മോഡൽ എന്ന് വിളിക്കും. അപ്പോൾ ആ മോഡൽ നമ്മൾ തുടക്കത്തിൽ ക്ലാസിക്കൽ തിയറിയായിട്ട് എന്തെല്ലാം വ്യത്യാസമാണുള്ളത്, അല്ലെങ്കിൽ ഈ മോഡലിന് എന്ത് പെക്യൂലിയാരിറ്റീസ് ആണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ അസംഷൻസ്, ഫാക്ടർ എൻഡോവ്മെൻറ്റ് രണ്ട് രാജ്യങ്ങളിലും വ്യത്യാസമായിരിക്കും, ഫാക്ടർ ഇൻറ്റൻസിറ്റീസ്, ഫാക്ടർ അബണ്ടൻസ്, ഫാക്ടർ ഇൻറ്റൻസിറ്റീസ് രണ്ട് കമ്മോഡിറ്റിക്കും വ്യത്യാസമായിരിക്കും. പക്ഷേ രണ്ട് രാജ്യത്തും രണ്ട് കമ്മോഡിറ്റിയിലെയും ഫാക്ടർ ഇൻറ്റൻസിറ്റി, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലോത്ത് എന്ന് പറയുന്നത് ലേബർ ഇൻറ്റൻസീവാണ് ഇന്ത്യയെങ്കിൽ അത് ലേബർ ഇൻറ്റൻസീവ് തന്നെ ആയിരിക്കും അമേരിക്കയിൽ. അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ് അമേരിക്കയിലെങ്കിൽ അത് ഇന്ത്യയിലും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ അത് ഫാക്ടർ ഇൻറ്റൻസിറ്റി ഒരിക്കലും റിവേഴ്സ് ചെയ്യല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ക്ലോത്ത് നമുക്ക് ലേബർ ഉപയോഗിച്ചാണ്, കൂടുതൽ ലേബർ ഉപയോഗിച്ചാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നാളെ നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും. അല്ല, നാളെ അത് ക്യാപിറ്റൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ട് ഒരു കമ്മോഡിറ്റി ആയിട്ട് ഒരിക്കലും മാറുമല്ല. അപ്പോൾ ഫാക്ടർ ഇൻറ്റൻസിറ്റി റിവേഴ്സൽ അവിടെ കാണുമല്ല. ഓക്കെ, ദർ ഇസ് നോ ഫാക്ടർ ഇൻറ്റൻസിറ്റി റിവേഴ്സൽ. പിന്നെ അത്ര അങ്ങനെ ഒരു 7 അസംഷൻസ് നമ്മൾ അവിടെ കണ്ടു. അത് കൂടാതെ ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഫാക്ടർ ഇൻറ്റൻസിറ്റി റെഫേഴ്സ് ടു എ പർട്ടിക്കുലർ കമ്മോഡിറ്റി. ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാക്ടർ ഇൻറ്റൻസിറ്റി വാക്ക് ഉപയോഗിക്കുക. ഫാക്ടർ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു രാജ്യത്ത് എത്രമാത്രം ഫാക്ടർ ഉണ്ട്, എത്രമാത്രം റിലേറ്റീവ്ലി രണ്ട് ഫാക്ടേഴ്സ് എത്രമാത്രം ഉണ്ട്. ഇപ്പം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് K/L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രി എയും ബി എന്ന് പറഞ്ഞാൽ കൺട്രി ബി ആയിരിക്കും. ഈ ഒരൊറ്റ കേസിൽ ക്യാപിറ്റൽ കൂടുതലുള്ളത് എവിടെയാണ്? കൺട്രി എയിലാണ് കമ്പയർഡ് ടു ലേബർ ദർ. സോ കൺട്രി എ ഈസ് എ ക്യാപിറ്റൽ അബണ്ടൻറ്റ് കൺട്രി കമ്പയർഡ് ടു കൺട്രി ബി. ഓക്കെ, അത് നമ്മൾ കണ്ടു. എന്നിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ SI ത്രൂ ഔട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഇൻറ്റൻസിറ്റി അബണ്ടൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. രാജ്യത്തെ ബന്ധിപ്പിച്ചാണ് നമ്മൾ അബണ്ടൻസ് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യ ഈസ് എ ലേബർ അബണ്ടൻറ്റ് കൺട്രി. ലൈക്ക് ദാറ്റ് US ഈസ് എ capital abundant country. And regarding commodity that we are one second. Okay, it is regarding commodity that we are using the term intensity. Okay, sorry, factor intensity. So the two word, first is factor. Okay, so first is what? Factor abundance. What is that? Factor abundance. Second is factor intensity. അപ്പോൾ ഈ രണ്ട് വാക്കും, ഫാക്ടർ അബണ്ടൻസ് എന്ന് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്, രാജ്യം. ഓക്കെ, ഇക്കോണമിയായിട്ട് ബന്ധപ്പെട്ട്. ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മോഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട. സോ ഇന്ത്യ ഈസ് എ ലേബർ അബണ്ടൻറ്റ് കൺട്രി, US ഈസ് എ ക്യാപിറ്റൽ അബണ്ടൻറ്റ് കൺട്രി, ക്ലോത്ത് ഈസ് എ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി, steel is a capital intensive commodity. So intensity is with respect to what we can say commodities, factor intensity. Then factor abundance is with respect to what? Countries. ഓക്കെ, പിടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഒരു essay പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ പഠിച്ച് നമ്മളങ്ങ് വിട്ടുപോകും, മനസ്സിലാക്കി പോകും. പക്ഷെ നമ്മൾ പരീക്ഷിക്കുന്ന എക്സാമിന് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആരോട് നമ്മൾ പറയുമ്പോഴത്തേക്കും ഇന്ത്യ ഈസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കൺട്രി നമ്മൾ പറയും. അങ്ങനെയല്ല, ഇന്ത്യ ഈസ് എ ലേബർ അബണ്ടൻറ്റ് കൺട്രി. അല്ലെങ്കിൽ US കുറിച്ചാണെങ്കിൽ US ഈസ് എ ക്യാപിറ്റൽ അബണ്ടൻറ്റ് കൺട്രി. ഇനി എന്താണ് ഇൻറ്റൻസിറ്റി ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണ് അബണ്ടൻസ് എന്തുമായിട്ട് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം. അസംഷൻസൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ശരിക്കും ഈ മോഡലിൻ്റെ ആദ്യ ഭാഗത്തേക്ക് വരിക. ഈ മോഡലിന് നമ്മൾ റിക്കാർഡോയുടെ മോഡൽ നമ്മൾ കണ്ട്, ഒരു സെക്കൻഡ്, സോറി, സ്മിത്തിൻ്റെ മോഡൽ കണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം നമ്മളൊരു പ്രീ ട്രേഡ് സിറ്റുവേഷൻ നമ്മൾ കാണുന്നത് അല്ലേ, ട്രേഡ് നടത്തുന്നതിനും. അതുപോലെ തന്നെ പോസ്റ്റ് ട്രേഡ് സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് മോഡൽ വർക്കൗട്ട് ചെയ്യുന്നത്. പ്രീ ട്രേഡ് സിറ്റുവേഷൻ എന്തായിരിക്കും? ആരെന്തോരം പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് എന്തോരം കൺസ്യൂം ചെയ്യും. പോസ്റ്റ് ട്രേഡ് സിറ്റുവേഷനിൽ ആരെത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് എത്രമാത്രം എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, എത്രമാത്രം എക്സ്ചേഞ്ച് ചെയ്യും. കാരണം ട്രേഡ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ആണല്ലോ. അപ്പോൾ എത്ര കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നവർ, എത്ര കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യും. സോ ദാറ്റ് issues or that details will be there in the equilibrium which shows post-trade situation. Okay, so there are two scenarios, the pre-trade situation as well as the post-trade situation. അപ്പോൾ അതിനെക്കുറിച്ച് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ കൂടുതലായിട്ടും ഒരു ഡയഗ്രാം ഉപയോഗിക്കുക. ആ ഡയഗ്രാം കാണുന്നതിന് മുമ്പ്
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 2 രാജ്യങ്ങളുണ്ട്. ഒന്ന് US, 2 ഇന്ത്യ. US ക്യാപിറ്റൽ അബൻഡൻ്റ് ആണ്, അബൻഡൻ്റ്. അത് എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇന്ത്യ ലേബർ അബൻഡൻ്റ് ആണ്. ലേബർ അബൻഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ആട്ടോ, വെല്ലുവില തോന്നുന്നില്ലേ, ഞാൻ ഇങ്ങനെ തിരിച്ചു വെക്കാം, അപ്പോൾ ഓക്കെ. ഇന്ത്യ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, മനസ്സിലായല്ലോ. സോ US ക്യാപിറ്റൽ അബൻഡൻ്റ് ആണ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇന്ത്യ ലേബർ അബൻഡൻ്റ് ആണ്, ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി. ഇതാണ് നമ്മുടെ മോഡലിൻ്റെ ഒരു ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈവൻ പ്രീ ട്രേഡ് സിറ്റുവേഷനിലേക്കും നമ്മൾ കടന്നു ചെല്ലാൻ. ഓക്കെ, പ്രീ ട്രേഡ് സിറ്റുവേഷൻ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 3 ലൈൻസാണ്, 3 കർവുകളാണ് അല്ലേ. ഒരു കർവ് ഇത് സോറി കേട്ടോ, കോൺവെക്സ് ഷേപ്പ്, ബാക്കി 2 കർവുകളും കോൺകേവ് ഷേപ്പിൽ. അപ്പോൾ ഈ കർവ് എന്താണെന്നറിയാമോ, ഈ 2 കർവുകൾ, ഒന്ന് RS, 2 PQ. ഈ 2 കർവുകളെയും പ്രത്യേകം അറിയാം, രണ്ടും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുകളാണ്. എന്താണ് പ്രൊഡക്ഷൻ, രണ്ടും കോൺകേവ് ആണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഞാനിവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുക. ഇതാണ് വരച്ച് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് ഒരു ഗിവൺ റിസോഴ്സ് ഉപയോഗിച്ച് 2 കമ്മോഡിറ്റികൾ പ്രൊഡ്യൂസ് ചെയ്യാം, എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലൈനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ മൊത്തം ഈ കമ്മോഡിറ്റി സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം ഇവിടെ നമ്മൾ ക്ലോത്ത് ആണെങ്കിൽ ഇവിടെ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിനിടയ്ക്കൊക്കെ ക്ലോത്തിൻ്റെയും സ്റ്റീലിൻ്റെയും പർട്ടിക്കുലർ കോമ്പിനേഷൻ ആയിരിക്കും. ഒരു ഗിവൺ എമൗണ്ട് ഓഫ് റിസോഴ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, ക്ലോത്ത് സ്റ്റീൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് തരുക, പ്രൊഡക്ഷൻ പോസിബിലിറ്റി നമുക്ക് തരുന്ന കർവാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ, അപ്പോൾ അത്രയും അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ തിയറിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ട പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ച് നമുക്ക് നോക്കാം. 2 പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഒന്ന് എന്താണ് PQ, 2 RS. ഇതിൽ നമുക്ക് കണ്ടറിയാം, ഇതിൽ RS എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇറ്റ് ഈസ് സ്ക്യൂഡ് ടുവേഴ്സ് ദി ആക്സിസ് ഓഫ് ക്ലോത്ത് ആൻഡ് ലേബർ. ഓക്കെ, സ്ക്യൂഡ് ടുവേഴ്സ് ദി ആക്സിസ് ഓഫ് വാട്ട്, ക്ലോത്ത് ആൻഡ് ലേബർ. സോ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കൂടുതൽ ലേബറുള്ള രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പോൾ കൂടുതൽ ലേബറുള്ള രാജ്യം എന്താ, കൂടുതൽ ലേബർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലേബർ അബൻഡൻസ് ആണല്ലോ. ലേബർ അബൻഡൻ്റ് ആയിട്ടുള്ള രാജ്യം ഏതാണ്, ഇന്ത്യയാണ്. സോ ആക്ച്വലി RS represents the production possibility frontier of the labor abundant country. That is what India. So and India produces more cloth. Okay, understand, because it has what more labor, and its production location is at point E. At point E, the community indifference score of India. Okay, maybe for India as well as for the United States, that is represented by I1 community indifference score. That shows a given level of welfare. Higher the community indifference score, higher will be the welfare. Okay, here the community indifference score is I1, and that community indifference score is tangent to the production possibility curve of India RS at point E. Okay, that means India is at equilibrium on point E അല്ലേ, point E. അപ്പോൾ point E നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, point E ഇല്ല നമ്മൾ ഇന്ത്യ എന്ത് ചെയ്യും, ഇവിടെ ട്രേഡ് ഇല്ലെന്ന് നമുക്കറിയാലോ. ഓക്കെ, ഇത്രയും എമൗണ്ട് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യും, ഇത്രയും എമൗണ്ട് ക്ലോത്തും പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ എമൗണ്ട് ഏതാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്ലോത്താണ്, ശരിയല്ലേ? കാരണം എന്താ, അതിൻ്റെ കൂടുതലായിട്ടുള്ള ക്ലോത്ത് ഇൻറ്റൻസീവായിട്ട് ഉപയോഗിക്കുന്ന ഫാക്ടറാണ് ഇന്ത്യയിൽ അബൻഡൻ്റ് ആയിട്ടുള്ളത്, ഏത്, ലേബർ. സോ അതാണ് ഈ സ്ക്യൂനെസ്സിൻ്റെ ഒരു പ്രത്യേകത, മനസ്സിലായല്ലോ. എക്സ് ആക്സിസിലേക്ക് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് സ്ക്യൂഡാണ്, കൂടുതൽ ഏരിയ അവിടെയാണ്. ഇതുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ലേബറിലാണ് കൂടുതൽ ഏരിയ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഒരു സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലേബർ അബൻഡൻസ് ആണ് അവിടെ കാണിക്കുന്നത്, ഇന്ത്യയുടെ ലേബർ അബൻഡൻസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ കൂടുതൽ ക്ലോത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇങ്ങനെ വരയ്ക്കുന്നതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. സോ ദിസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി RS represents the production possibility curve of India, which is a labor abundant economy. Okay, so it will be producing more cloth. That is the intensely the commodity that is intensely using what its abundant factor labor. Okay, now and less unit of what, less unit of steel.
ഓക്കെ, കാരണം സ്റ്റീലിൻ്റെ ഇൻറ്റൻസീവായിട്ട് ഉപയോഗിക്കുന്ന ഫാക്ടറായിട്ടുള്ള ക്യാപിറ്റൽ ഇന്ത്യ കുറവാണ്. സോ കമ്മിങ് ടു ദി നെക്സ്റ്റ് ഇക്വിലിബ്രിയം, understandably there is what we can say another production possibility curve indicated by PQ, and that production possibility curve, it is tangent, rather it is skewed towards y-axis, the axis which represent both capital and steel. So this production possibility curve indicates the production possibility situation for United States, US, which is what we can say the capital abundant country, and that capital abundant country should produce more what steel by using its abundant factor what capital. Okay, so that is the logic behind the skewness of the production possibility curve PQ towards the axis of Y, which represents what the factor labor and the intensively used the capital intensively used output steel. Okay, അപ്പോൾ PQ എന്ന് പറയുന്നത് എന്തായിരിക്കും? US-ൻ്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവായിരിക്കും. അവിടെ US ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി അവിടെ ഇക്വിലിബ്രിയം എഫ് ആണ്. ഈ ഇക്വിലിബ്രിയത്തിൻ്റെയും പ്രത്യേകത നമ്മൾ കാണിക്കുന്ന പോലെ, നമ്മൾ കണ്ടതുപോലെ I1 എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് ടാൻജൻറ്റ് ചെയ്തേക്കുന്നത് എഫിലാണ്. ഇവിടെ ഈ ഇന്ത്യയുടെ കേസ് ടാൻജൻറ്റ് ചെയ്തതുപോലെ എഫിൽ US-ൽ ടാൻജൻറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടാൻജൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം, സ്ലോപ്പ് ബിക്കംസ് ഈക്വൽ എന്നുള്ളതാണ്. ഓക്കെ, അത് ഞാൻ നിങ്ങളോട് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ അറ്റ് ദിസ് പോയിന്റ് the slope of the production possibility curve becomes equal to the slope of the community indifference curve point F, and when you are looking at point F, you can see that the US is producing only this much amount of cloth because it is abundant factories, but this much amount of cloth because its abundant factories what capital, and it is producing this much amount of what higher proportion of what steel because using its abundant factor ക്യാപിറ്റൽ. മനസ്സിലായല്ലോ? അപ്പോൾ US ഇത്രയും സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യും, ഇത്രയും മാത്രം ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. കാരണം അതിൻ്റെ കൂടുതൽ അബൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടറി ഏതാണ്? ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റൽ അബൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടറി വെച്ച് ഈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്റ്റീല് ആര് പ്രൊഡ്യൂസ് ചെയ്യുക? US പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇറ്റ്സ് ഇക്വിലിബ്രിയം ബിക്കംസ് അറ്റ് പോയിന്റ് F. സോ ദിസ് ഈസ് ദ പ്രീ ട്രേഡ് സിറ്റുവേഷൻ. That is we have graphically illustrated. India produces at point E where its skewed production possibility curve, which is skewed towards the cloth and labor axis, is producing more of cloth and less of steel, and it is in equilibrium at point E. It is producing at point E, it is consuming at point E, because in the pre-trade situation there is no trade. Okay, whatever you produce you consume. Okay, so both production and consumption happens at point E for India because there is no trade, and India is producing more what cloth by using its abundant factor labor. So it is specializing in the production of what? The production of what? Cloth. It is also producing what? Steel, but lesser amount. This opposite story is there for the United States, which is equilibrium at point F with a production possibility difference that is skewed towards the capital axis or the steel axis, producing more steel, less what? Cloth. Its production equilibrium happens at F, its consumption equilibrium also happens at F. ഓക്കെ, പ്രീട്ടിലോ ഇതാണ് നമ്മുടെ പ്രീ ട്രേഡ് സിറ്റുവേഷൻ. ഇനി ഞാൻ ഈ ഡയഗ്രം എങ്ങനെ വരയ്ക്കുമെന്ന് പറയാം. ഈ ഡയഗ്രം നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം. വരച്ചല്ലോ, എക്സ് ആക്സിൽ വൈ ആക്സിൽ വളയുന്നില്ല, വളയും ചൂടെ വളച്ച് വരയ്ക്കും. അടാ ഇപ്പം ഇങ്ങനെ ഇൻഡിഫറൻസ് കർവ് നമ്മൾ വരച്ച് ചുരുങ്ങി മാറുമോ? ഓക്കെ, ഇൻഡിഫറൻസ് കർവ് ഇവിടെ നമ്മൾ വരച്ച് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് നമ്മൾ അതിന് പോയിട്ടിട്ട് അവിടെ ഇവിടെ എടുക്കുന്ന കുത്തിടുക, ഇവിടെ കുത്തിടുക, ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുക, ഇവിടെ ഒരു കുത്തിടുക, ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഇവിടെ ഇതിന് ഇന്ന് പേരിടുക, ഇതിന് എഫ് എന്ന് പേരിടുക, തീർന്നു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ ഇതിങ്ങനെ ഭയങ്കര കോമഡി ആയിട്ട് നമ്മൾ മാറ്റേണ്ടി വരും. അതിൽ ഏറ്റവും എളുപ്പം നമ്മളിങ്ങനെ ആദ്യമേ ഒരു കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ട് അതിൽ നിന്ന് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുകയാണ്. അല്ലാതെ തിരിച്ച് ഇങ്ങനെ വരച്ചിട്ട് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചിട്ട് പിന്നെ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാൻ പോകരുത്. നമുക്ക് ലൈനൊന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇവിടെ കിട്ടിയല്ലോ. ഓക്കെ, ദിസ് ഇസ് ദ പ്രീ ട്രേഡ് ഇക്വിലിബ്രിയം അണ്ടർ എക്സലോറിയൻ മോഡൽ. ഇനി നമുക്ക് ഈ മോഡലിൻ്റെ അടുത്ത കോണ്ടെക്സ്റ്റും കൂടെ നമുക്ക് പറയാം. ഇത് സെയിം ഡയഗ്രം കേട്ടോ ഞാൻ ഇട്ടേക്കുന്നുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഈ
ഇതിനു മുമ്പുള്ള ഈ ലൈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. ഇനി പോസ്റ്റ് ട്രേഡ് സിറ്റുവേഷൻ നമ്മൾ പറയാം. പോസ്റ്റ് ട്രേഡ് സിറ്റുവേഷനിൽ പ്രൊഡക്ഷനും കൺസംഷനും 2 പോയിന്റിലായിരിക്കും നടക്കുക, നമുക്കറിയാലോ. ഓക്കെ, ദി ഹെക്സ് റോളിംഗ് മോഡൽ പ്രിഡിക്ട്സ് ദാറ്റ് ആഫ്റ്റർ ട്രേഡ് ബോത്ത് കൺട്രീസ് സ്പെഷ്യലൈസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദി കമ്മോഡിറ്റി വേർ ദർ അബണ്ടന്റ് ഫാക്ടറീസ് ഇൻറ്റൻസീവ്ലി യൂസ്ഡ്. ഓക്കെ, ഈ സെൻറ്റൻസ് ഭയങ്കര പ്രധാനപ്പെട്ട. അത് നമ്മൾ തുടക്കത്തിൽ പറയാം, ഇടയ്ക്ക് പറയാം, അവസാനവും പറയാം. ഹെക്സ് റോളിംഗ് മോഡൽ നമ്മളോട് പറയുന്നത് എന്താണ്? എ ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി specializes in the production of what? Capital intensive commodity and export that capital intensive commodity, whereas importing the labor intensive commodity. A labor abundant country specializes in the production of what? Labor intensive commodity and export labor intensive commodity while importing what? Capital intensive commodity. Okay, അപ്പോൾ ആ കാര്യം നമ്മൾ പറഞ്ഞെങ്കിൽ both countries specialize in the production of the commodity where their abundant factories intensely used and also their exports. But there is no complete specialization. അത് നമുക്ക് പിന്നീട് കാണാം, എന്താണ് കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ ഇല്ലാത്തത് എങ്ങനെയൊക്കെയെന്നാണ്. ഇതാണ് നമ്മുടെ ഒരു അടുത്ത സിറ്റുവേഷൻ. ഇവിടുത്തെ പ്രത്യേകത ഇവിടെ നമുക്ക് ഇന്ത്യ അറ്റ് പോയിൻ്റ് എന്നിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. കാരണം ഇന്ത്യ എന്താണ്, ഇന്ത്യ ലേബർ അബണ്ടൻ്റ് ആയിട്ടുള്ള രാജ്യമാണ്. അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്തായിരിക്കും? ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റിയാണ്. ലേബർ അബണ്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ക്ലോത്ത് ലേബർ. അപ്പോൾ ഇന്ത്യയുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി കാരണമാണ് RS. നമ്മൾ കണ്ട മുമ്പ് ഒരു വ്യത്യാസമില്ല. പോയിൻ്റ് N, അറ്റ് പോയിൻ്റ് എന്നിൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യും, മനസ്സിലായല്ലോ. ഇനി ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ ഫ്രീ ട്രേഡ് മോഡലിലെ ഡയഗ്രവും ഇവിടുത്തെ ഡയഗ്രവും തമ്മിലുള്ള വ്യത്യാസം ഇനിയാണ് വരാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യയുടെ കൺസംഷൻ അറ്റ് പോയിൻ്റ് ഇയിലായിരിക്കും. എവിടെയായിരിക്കും? പോയിൻ്റ് ഇയിലായിരിക്കും. സോ പ്രൊഡക്ഷൻ ഹിയർ, കൺസംഷൻ അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്. ദാറ്റ് മീൻസ് ഇന്ത്യ പ്രൊഡ്യൂസസ് this much amount of what? Cloth. And only this much amount of what? Capital. Very sorry. Steel. അപ്പോൾ ഇന്ത്യ എന്ന് പറയും എന്നിൽ ഒത്തിരി ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യും, കുറച്ച് മാത്രം സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യും. കിട്ടിയില്ല, കുറച്ച് മാത്രം സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് സംഭവിക്കുന്നത് അറിയാം, ഇന്ത്യ കുറച്ച് ക്ലോത്ത് ആർക്ക് കൊടുക്കും? US കൊടുക്കും. കാരണം ഇന്ത്യയുടെ കൺസംഷൻ ഈ കൺസംഷൻ നടക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യയുടെ ക്ലോത്ത് എത്രയായിരിക്കും എന്നറിയോ? ഇത്രയും ഇന്ത്യ ക്ലോത്ത് കൺസ്യൂം. അപ്പോൾ ഇത്രയും എന്ത് ചെയ്തു? US കൊടുത്തു. അതെന്ന് പറയുന്നത് GN തന്നെയാണ്, ഏതൊരു പകരമാണ്. പക്ഷേ ഇന്ത്യയുടെ കൺസംഷൻ പോയിന്റ് കാണിക്കുന്നത് ഇന്ത്യ സാധാരണഗതിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രം കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത്രയും മാത്രമേ സ്റ്റീൽ കൺസ്യൂം ചെയ്യുള്ളൂ. പക്ഷേ അപ്പോൾ കണ്ടോ, ഇത്രയും സ്റ്റീൽ ഇന്ത്യ കൺസ്യൂം ചെയ്യുന്നത്, ഇത്രമാത്രം സ്റ്റീൽ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക? ഇന്ത്യ അത്രയും സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യുക, മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ഒരു പോയിന്റ് പ്രൊഡക്ഷൻ എന്നിലും കൺസംഷൻ ഇയിലും നടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആംഗിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇത്രയും ക്ലോത്ത് അമേരിക്കയ്ക്ക് കൊടുത്തിട്ട് GN എമൗണ്ട് ക്ലോത്ത് അമേരിക്കയ്ക്ക് കൊടുത്തിട്ട് EG എമൗണ്ട് സ്റ്റീൽ ഇങ്ങോട്ട് മേടിക്കുക, മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ക്ലോത്ത് എക്സ്പോർട്ടാണ് GN. പകരമായിട്ട് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്ത സ്റ്റീൽ ഇമ്പോർട്ടാണ് GE അല്ലെങ്കിൽ EG, മനസ്സിലായല്ലോ. അപ്പോൾ പിടികിട്ടി, ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്നിലും കൺസ്യൂം ചെയ്യുന്ന ഇയിലുമായിരിക്കും. സോ ഇന്ത്യ കൺസ്യൂംസ് ലെസർ എമൗണ്ട് ഓഫ് വാട്ട്? ക്ലോത്ത് ആൻഡ് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് വാട്ട്? സ്റ്റീൽ, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഇന്ത്യ ഹാസ് എക്സ്പോർട്ടഡ് ക്ലോത്ത് ടു US ആൻഡ് ഹാസ് ഇമ്പോർട്ടഡ് സ്റ്റീൽ ഇൻസ്റ്റെഡ് ഓഫ് ദി ക്ലോത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ പ്രൊഡക്ഷൻ പോയിൻ്റ് ഈയുടെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ ഇന്ത്യയുടെ കേസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പിടികിട്ടിയല്ലോ എന്തായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ള പ്രൊഡക്ഷൻ അറ്റ് N, കൺസംഷൻ അറ്റ് E. ഓക്കെ, ഇന്ത്യ എക്സ്പോർട്സ് GN എമൗണ്ട് ഓഫ് വാട്ട്? ക്ലോത്ത് ആൻഡ് ഇമ്പോർട്ട്സ് EG എമൗണ്ട് ഓഫ് വാട്ട്? EG എമൗണ്ട് ഓഫ് സ്റ്റീൽ. ഇനി US-ൻ്റെ കേസിൽ US-ൻ്റെ പ്രൊഡക്ഷൻ M-ലാണ്. സോ US ഭയങ്കരമായിട്ട് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുക, കുറച്ച് ക്ലോത്തും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോറി കേട്ടോ. പക്ഷേ US-ൻ്റെ ഇക്വലിബ്രിയം നടക്കുന്ന പോയിൻ്റ് ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? US ഇത്രയും കണ്ട് ക്ലോത്ത് കൂടുതൽ കൺസ്യൂം ചെയ്തു, ശരിയല്ലേ? ഇതുകൊണ്ടോ ഇത്രയും കണ്ട്, കാരണം ഇത്രയും ഉള്ളായിരുന്നു, ഇവിടുന്ന് ഇത്രയും കണ്ട് ക്ലോത്ത് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്തു എന്ന് പറഞ്ഞാൽ US എമൗണ്ട് ഓഫ് വാട്ട്? ക്ലോത്ത് ഇമ്പോർട്ട് ചെയ്തു. അത് ഇന്ത്യയുടെ ക്ലോത്ത് എക്സ്പോർട്ടിന് തുല്യമാണെന്ന്, GN തുല്യമാണ്. അതേസമയം ഇന്ത്യയുടെ US എന്നാ അറിയോ? MH എമൗണ്ട് ക്ലോത്ത് സ്റ്റീല് ഇന്ത്യക്ക് കൊടുത്തു. ഇന്ത്യക്ക് എന്ത് കൊടുത്തു? MH എമൗണ്ട് എന്ത് കൊടുത്തു? സ്റ്റീൽ കൊടുത്തു.
ആ MH സ്റ്റീൽ ഇന്ത്യയുടെ കേസിൽ ഇതാണ് EG ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ഈ MH US സ്റ്റീൽ എക്സ്പോർട്ട് ആണെങ്കിൽ തന്നെയായിരിക്കും ഇന്ത്യയുടെ സ്റ്റീൽ ഇമ്പോർട്ട് EG. ഇനി ഈ GN എന്നുള്ളത് ഇന്ത്യയുടെ ക്ലോത്ത് എക്സ്പോർട്ട് ആണെങ്കിൽ അതുതന്നെയായിരിക്കും US എന്ത് ക്ലോത്ത് ഇമ്പോർട്ട്. അപ്പോൾ അത്രമാത്രം ക്ലോത്ത് ക്ലോത്ത് ആര് ഇമ്പോർട്ട് ചെയ്യും? US ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ US ഇക്വിലിബ്രിയം എവിടെ നടക്കും? ഈയിലായിരിക്കും. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോത്ത് കൺട്രീസ് കൺസംഷൻ ഇക്വിലിബ്രിയം ഹാപ്പൻസ് അറ്റ് എ പോയിന്റ് E. Okay, one country's cloth export is equal to another country's cloth import. One country's steel import is equal to another country's steel exports. Okay, so production equilibrium happens at towards the biased point of their abundantly factory used commodity steel and cloth. മനസ്സിലായല്ലോ. M and N പക്ഷേ പ്രൊഡക്ഷൻ മിഡ്വേയിലായിരിക്കും. പിടികിട്ടില്ലോ എങ്ങനെയാണെന്ന്? ഈ പോയിന്റ് ഈ സ്റ്റീൽ ഈ പോസ്റ്റ് ട്രേഡ് ഇക്വിലിബ്രിയം പിടികിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ ക്ലാസിക്കൽ ട്രേഡിൽ നിന്നുള്ളൊരു വ്യത്യാസം, ഒരു സെക്കൻഡ് എന്താണെന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ അല്ലേ? എന്നാലും പോടാ ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മളിനി കാണുന്നതെന്നറിയാം, നമുക്കൊരു മനസ്സിലായ ഒരു കാര്യം, അതായത് നമ്മൾ ക്ലാസിക്കൽ മോഡലിൽ ഇന്ത്യ 120 യൂണിറ്റ് ക്ലോത്ത് നമ്മളെന്താ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവിടെ ക്ലോത്തും ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ മലേഷ്യ ഈ 120 യൂണിറ്റ് റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യും. ഇന്ത്യ 0 യൂണിറ്റ് റബ്ബറും മലേഷ്യ 0 യൂണിറ്റ് ടെക്സ്റ്റൈലും ആയിരിക്കും. ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ രണ്ട് രാജ്യങ്ങളും രണ്ട് കമ്മോഡിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്ലാസിക്കൽ മോഡലിൽ കംപ്ലീറ്റ് സ്പെഷ്യലൈസ്ഡ് ആണെങ്കിൽ ഇവിടെ സ്പെഷ്യലൈസേഷൻ പാർഷ്യലാണ്. So their specialization is there, but it is not complete specialization, only partial specialization. India produce little bit of steel. Okay, US produce little bit of cloth. ശരിയല്ലേ? ഇത്രയും ക്ലോത്ത് US പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇത്രയും സ്റ്റീൽ ഇന്ത്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു രാജ്യവും ഒരു കമ്മോഡിറ്റിയും ഒരു കമ്മോഡിറ്റി മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥ, കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ ഈ എക്സ്റോൾ മോഡലില്ല. അപ്പോൾ നമ്മൾ അതല്ല റിയൽ വേൾഡിൽ അല്പം കൂടെ നടക്കുന്ന എല്ലാ രാജ്യവും എല്ലാ ഐറ്റങ്ങളും ഇച്ചിരിയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ ലോകത്തിലുള്ള. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ആലോചിക്കണം, ഈ എക്സ്റോൾ മോഡൽ അല്പം കൂടെ ഒരു റിയലിസ്റ്റിക്കാണ്, സുപ്പീരിയറാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ മോഡേൺ തിയറി എന്ന് വിളിക്കാം. ക്ലാസിക്കൽ തിയറി അങ്ങനെയല്ലല്ലോ, പൂർണ്ണമായിട്ടും ഒരിടത്ത് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ. പിടിയിട്ടില്ലോ ക്ലാസിക്കൽ തിയറി ആയിട്ടുള്ള വ്യത്യാസം, ആർക്ക് മോഡേൺ തിയറിക്കുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഈ ഡയഗ്രം എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് പഠിക്കാം. ഈ ഡയഗ്രവും വരയ്ക്കേണ്ടത് അല്പം സൂക്ഷിച്ച് വേണം. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് അവരെ കുത്തിടുക. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുക, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുക. ഇങ്ങോട്ട് മാറിയൊരു കുത്തിടുക, ഇങ്ങോട്ട് മാറിയൊരു കുത്തിടുക. ഇവിടെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുക, ഇവിടെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുക. മനസ്സിലായി? ശരിക്കും ഈ കുത്തിടുന്ന ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഈ സെയിം ഡിസ്റ്റൻസ് വേണം കുത്തരാൻ. അപ്പോൾ അതായിരിക്കും ഇച്ചോടെ നമുക്ക് GN EH ഒക്കെ ഒരുപോലെ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നമ്മളിവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടുന്ന് ഒരു ലൈന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇങ്ങ് പോയിൻ്റ് ഇട്ടാൽ മാത്രം EM N മനസ്സിലായല്ലോ, HG. പിന്നെ ബാക്കി ഇവിടെ ക്ലോത്ത്, ലേബർ, ക്യാപിറ്റൽ, സ്റ്റീല്, ഇതെന്താണ്? ഇത് RS അല്ല P Q R S. തീർന്നു, ഇത്രേ ഉള്ളൂ. 2 മിനിറ്റ് നമുക്ക് ആ ഡയഗ്രാം വരയ്ക്കാൻ അത്രേ ആവശ്യമുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയാണ് ഈ ലൈൻ വരയ്ക്കേണ്ടത്. ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഈ ഒരു ലൈനാണ്. അപ്പോൾ അതങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഡിസ്റ്റൻസ് എടുക്കുക, മുട്ടിക്കാതെ ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് നടക്കുന്നത് ഇങ്ങനെ വരയ്ക്കണം. മുട്ടിക്കാൻ ഇവിടെ ഇതുകൊണ്ടോ? മുട്ടിക്കാതെ വരയ്ക്കണം. അങ്ങനെയാണ് ഈ ഡയഗ്രാം മൊത്തമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാവുന്ന ഡയഗ്രാമായിട്ടാണ് ഈ ഡയഗ്രാം ഞാനിവിടെ അഡോപ്റ്റ് ചെയ്തത്. ഇച്ചിരി കോംപ്ലക്സ് ആയിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് പഠിപ്പിക്കാം. പക്ഷേ നിങ്ങൾ പലരും ഈ ടോപ്പിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട്, ഇക്കണോമിക്സിൻ്റെ മാത്സ് കുട്ടികൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഇച്ചിരി കോംപ്ലക്സ് ആയിട്ട് പഠിപ്പിക്കാൻ ഈ മോഡൽ അല്പം കൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് പഠിപ്പിക്കും. ഇപ്രാവശ്യം നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. പരീക്ഷയ്ക്ക് നമുക്ക് സമയം ഭയങ്കര കുറവല്ലേ, അല്ലെങ്കിൽ പാടായി പഠിപ്പിച്ച് തരാനും. ഓക്കെ,
സോ ആസ് പെർ ദി എച്ച് എഫ് പ്രഡിക്ഷൻ, ഇന്ത്യ വിച്ച് സ്പെഷ്യലൈസ് ഇൻ ദി ക്ലോത്ത് ഗിവ്സ് GN amount of cloth to US. അതെല്ലാം ഞാൻ പറയേണ്ട കാര്യമില്ല. US വിച്ച് സ്പെഷ്യലൈസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ എക്സ്പോർട്സ് MH ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ ടു ഇന്ത്യ. ഓക്കെ, പിടികിട്ടിയല്ലോ. അതെല്ലാം നമുക്ക് GN എന്ന് പറയുന്നത് HEക്ക് തുല്യമായിരിക്കും, GE എന്ന് പറയുന്നത് MHന് തുല്യമായിരിക്കും. നമ്മൾ പറഞ്ഞത് അതൊക്കെ ഇന്ത്യയുടെ എന്താണ് ക്ലോത്ത് എക്സ്പോർട്ട് എന്ന് പറയുന്നത് USൻ്റെ ക്ലോത്ത് ഇമ്പോർട്ടിന് തുല്യമാണ്. ഇന്ത്യയുടെ സ്റ്റീൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് USൻ്റെ സ്റ്റീൽ എക്സ്പോർട്ടിന് തുല്യമാണ്. പിടികിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് ക്ലാസിക്കൽ മോഡലും മോഡേൺ തിയറി നമ്മളെ കമ്പാരിസൺ. അപ്പം ക്ലാസിക്കൽ തിയറി നമുക്ക് തീർന്നു. കൺക്ലൂഷൻ്റെ തൊണ്ട് ദി പോളിസി മെസ്സേജ് ഓഫ് എച്ച് മോഡൽ ഇസ് ദാറ്റ് ദ ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രീസ് സ്പെഷ്യലൈസ് ഇൻ ദി പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ദി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി while importing the labor intensive commodity. Okay, on the other hand, the labor abundant country specializes in the production and export of labor intensive commodity while importing what? Capital intensive commodity. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ അത് സെയിം അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതൊരു മോഡൽ, നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടർ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ CPU ആണെന്ന് പോലും പറയാൻ പറ്റില്ല. അത്രമാത്രം അല്പം കൂടെ എന്താണ് അത്രമാത്രം കണ്ടൻറ്റ് കുറഞ്ഞതാണ് മോഡേൺ തിയറി. അതിൻ്റെ റെലവൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മോഡേൺ തിയറിക്ക് ഒത്തിരി എക്സ്പ്ലനേഷൻ ഉണ്ട്. സ്റ്റോക്ക്ലെസ് ഹാമേഴ്സൺ തിയറം, പിന്നെ അങ്ങനെ ഒത്തിരി കോംപ്ലിമെൻ്ററി തിയറീസ് ഉണ്ട്. പിന്നെ ലിയോൺഡിക് പാരഡോക്സ്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ സിസ്റ്റം മേടിക്കുകയാണെങ്കിൽ CPU പോലെയാണ് ഈ ഒരു സംഭവം, എക്സ്ട്രോവൽ മോഡൽ. അതിൻ്റെ വേരിയൻ്റ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇപ്പോൾ ടാരിഫ് ഏർപ്പെടുത്തി എന്ത് ചെയ്യും, ഒരു ഫാക്ടർ കൂടുതലായിട്ട് ഒരു രാജ്യത്ത് വളർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു രാജ്യം ഭയങ്കരമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, മറ്റേ രാജ്യം ഭയങ്കരമായിട്ട് മറ്റേ കമ്മ്യൂണിറ്റി എക്സ്പോർട്ട് ചെയ്യുന്നു, കുറേ കാലം കഴിയുമ്പോൾ രണ്ടിടത്ത് അവരുടെ അബൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടറി തീർന്നു പോകും. അപ്പോൾ അബൻഡൻ്റ് ആയ ഫാക്ടറിന് റിമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഡൽസ് അങ്ങ് വരിക. അപ്പോൾ അതൊക്കെ ഇതിനെ ബേസ് ചെയ്താണ്. ബേസിക്കലി നമ്മൾ പറഞ്ഞല്ലോ, ഇതിനെ ബേസ് ചെയ്ത് കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് മോഡൽസും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് പാർഷ്യലാന്നുള്ള കാര്യം. ബാക്കി കുറേ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് സിലബസിൽ അങ്ങനെ എല്ലാം ഒന്നും ചോദിച്ചിട്ടില്ല ഭാഗ്യത്തിന്. കാരണം നമ്മുടെ സിലബസ് നന്നായിട്ട് വാസ്റ്റാണല്ലോ. ആ ഏരിയ കുറച്ചേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എന്നാലും അതിലൊരു പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാവുന്ന ഒരു സംഭവമാണ് എന്താണ് ക്ലാസിക്കൽ മോഡലും മോഡേൺ തിയറിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടായതുകൊണ്ട് മനസ്സിലാക്കാൻ പാടായിരിക്കും, പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പാടായിരിക്കും, പക്ഷേ മനസ്സിലാക്കാൻ ഈസിയാണ്. ഒന്ന്, ഒറിജിൻ ഓഫ് ട്രേഡ് നമ്മൾ പറഞ്ഞാണ്. ദ ക്ലാസിക്കൽ ട്രേഡ് തിയറി എക്സ്പ്ലെയിൻ ദാറ്റ് ട്രേഡ് അറൈസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ കമ്മോഡിറ്റി പ്രൈസ് വിച്ച് ആർ ഡ്യൂ ടു ഡിഫറൻസ് ഇൻ വാട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇവർ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ രാജ്യങ്ങളിൽ ട്രേഡിന് പോകുന്നത്, ഒരു കാരണം പറ. അപ്പോൾ അവർ പറഞ്ഞു സാധനങ്ങളുടെ വില വ്യത്യാസമുണ്ട്. ഇന്ത്യ വില കൂടുതലുള്ള സാധനം അമേരിക്ക വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇന്ത്യക്ക് അത് ഇമ്പോർട്ട് ചെയ്താൽ മതി. മറിച്ചുകൊണ്ട് അപ്പം ഇന്ത്യ വില കുറഞ്ഞ സാധനം അമേരിക്ക വില കൂടുതലാണ്. അപ്പോൾ അമേരിക്ക ഇന്ത്യയിൽ നിന്ന് അത് ഇമ്പോർട്ട് ചെയ്താൽ അപ്പോൾ കമ്മോഡിറ്റി പ്രൈസ് ഡിഫറൻസ് ആണ് ശരിക്കും ട്രേഡിന് കാരണം. അപ്പോൾ കമ്മോഡിറ്റി അങ്ങനെ ഓക്കെ സമ്മതിച്ചു. അപ്പോൾ കമ്മോഡിറ്റി പ്രൈസ് ഡിഫറൻസ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലും അമേരിക്കയിലും ഇങ്ങനെ വന്നത്. അപ്പോൾ ഇപ്പോൾ ട്രഡീഷണൽ തിയറി പറഞ്ഞു അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറി പറഞ്ഞു പ്രൊഡക്ഷൻ ഫംഗ്ഷനുള്ള വ്യത്യാസം കൊണ്ടാണ്. അവരുടെ അവസാന വാക്കതാണ്. ഇനി അതിൽക്കുള്ളൊന്നും പറയാനില്ല. ഉൽപ്പാദന രീതി ഇന്ത്യയിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതിന് കോസ്റ്റ് കുറഞ്ഞ, അല്ലെങ്കിൽ അമേരിക്ക മറ്റേ കമ്മോഡിറ്റിക്ക് കോസ്റ്റ് കൂടിയത്. ഓക്കെ, അപ്പോൾ മോഡേൺ തിയറി പക്ഷേ ഇച്ചിരി വിശ്വസനീയം. അവിടെയാണ് ഈ മോഡേൺ തിയറി നമ്മൾ ഈ മോഡേൺ ആണ് വിളിക്കപ്പെടാൻ മാത്രം അത് യോഗ്യമാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഇവർ റൂട്ട് കോസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇസ് ഡിഫറൻസ് ഇൻ ഫാക്ടർ ആൻഡ് ഡോമൻസ് ഇൻ വിച്ച് ലെറ്റ്സ് ടു കമ്മോഡിറ്റി പ്രൈസ് ഡിഫറൻസസ്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയിൽ തൊഴിലാളികൾ കൂടുതലാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തൊഴിലാളികളെ കൂടുതലായിട്ട് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഇന്ത്യ വിലക്കുറവായിരിക്കും. അമേരിക്ക തൊഴിലാളികൾ കിട്ടാനില്ല. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും തൊഴിലാളികളെയും കൂടെ ഉപയോഗിക്കേണ്ട സംഭവങ്ങളിലൊക്കെ അവർ മെഷീനായിരിക്കും. അപ്പം മെഷീനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന കമ്മോഡിറ്റിയിലൊക്കെ അവർ സ്പെഷ്യലൈസ് ചെയ്യും. അപ്പം ശരിക്കും ഫാക്ടർ എൻഡോമെൻറ്റ് കാരണമാണ്. ഫാക്ടറിൻ്റെ വിതരണം ഇന്ത്യയിൽ ലേബർ കൂടുതൽ, അമേരിക്ക ക്യാപിറ്റൽ കൂടുതൽ. അങ്ങനെ കൊണ്ടാണ് ഈ ചില കമ്മോഡിറ്റിക്ക് അമേരിക്ക വില കുറവും ഇന്ത്യയിൽ വേറെ ചില കമ്മോഡിറ്റിക്ക് വില കുറവും വരുന്നത്. ഇത് നമുക്ക് അല്പം കൂടെ വിശ്വസനീയമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. രാജ്യങ്ങൾ എന്തുകൊണ്ട് ട്രേഡിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ട്രേഡ് നമുക്ക് വേണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഇച്ചോടെ ഒറിജിൻ ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ബേസിസ് ഓഫ് ട്രേഡ് അല്പം കൂടെ നല്ലൊരു കാരണമാണ്, നല്ലൊരു എക്സ്പ്ലനേഷനാണ്. ഇനി നമ്മൾ ഇവിടെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ക്ലാസിക്കൽ മോഡലിൽ യൂണിഫാക്ടറാണ്. യൂണിഫാക്ടർ ദർ ഇസ് ഓൺലി വൺ ഫാക്ടർ, ലേബർ. ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നില്ല. അതേസമയം നമ്മുടെ മോഡേൺ തിയറി എന്താണ്, ലേബറും ഉണ്ട് ക്യാപിറ്റലും ഉണ്ട്. കൂടുതൽ
ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇനിയും കൂടുതൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം നമുക്ക് ഫർദർ റിസർച്ചിന്. അതുകൊണ്ട് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ HO മോഡൽ കൂടുതൽ റിയലിസ്റ്റിക്കും അഡ്വാൻസ്ഡുമാണ്. ഓക്കെ, ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. ദ ക്ലാസിക്കൽ തിയറി കൺക്ലൂഡ്സ് വിത്ത് കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ. ലോകത്തിലെ ഏതെങ്കിലും രാജ്യം ഒരു കമ്മ്യൂണിറ്റി മാത്രം അല്ലെങ്കിൽ അവർക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് മറ്റേ കമ്മ്യൂണിറ്റി അല്ല ലോകത്ത് മറ്റാരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ന് പറയുന്നത് നിൽക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം നമ്മൾ എല്ലാ കമ്മ്യൂണിറ്റി ഇച്ചിരിച്ചാൽ പ്രൊഡ്യൂസ് ചെയ്യണം, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി നന്നായിട്ട് പ്രൊഡ്യൂസ് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ക്ലാസിക്കൽ തിയറി പറയുന്നത് കൺക്ലൂഷൻ റിയലിസ്റ്റിക് അല്ല. പക്ഷേ മോഡേൺ തിയറി നമ്മൾ നോക്കുക, ദർ ഈസ് ഓൺലി ഹയർ ലെവൽ ഓഫ് സ്പെഷ്യലൈസേഷൻ, നോ കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ. ഇന്ത്യ സ്റ്റീലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അമേരിക്ക ക്ലോത്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ, അതാണല്ലോ എല്ലാ രാജ്യത്തും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ മോഡേൺ തിയറി അല്പം കൂടെ സുപ്പീരിയർ ആണ്. ഇനി എംപിരിക്കൽ വാലിഡിറ്റി നമ്മൾ പറയാം, പ്രായോഗികമായിട്ട് ഈ രണ്ട് തിയറിക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട്. നമ്മൾ ഇന്ന് ലോകത്തിൽ നിന്ന് ചുറ്റും നോക്കുകയാണെങ്കിൽ ബോത്ത് ദ മോഡൽസ് ട്രൈ ടു എക്സ്പ്ലെയിൻ പ്രിവെയിലിംഗ് ട്രേഡ് എൻവയറൺമെന്റ്. ദ ക്ലാസിക്കൽ തിയറി ഇംപ്ലൈഡ് ദാറ്റ് ബിക്കോസ് ഓഫ് ദി ഡിഫറൻസ് ഇൻ ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഹാവ് ടു സ്പെഷ്യലൈസ് കംപ്ലീറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റീസ്. ദി ഡെവലപ്ഡ് കൺട്രീസ് ഹാവ് ടു സ്പെഷ്യലൈസ് സെക്കൻഡ് മുകളിലോട്ട് നോക്കട്ടെ. in the production of manufactured commodities. Hence, in the model of developing countries, in the model, the developing countries is not producing even a single unit of manufactured commodities, and the developed countries are not producing any unit of agriculture. This is empirically wrong. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത അറിയാം, നമ്മൾ ഈ മോഡലെ ശരിക്കും നമ്മളൊന്ന് പഠിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സിംബോളിക്കായിട്ട് വരുന്ന സിനിമകൾ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ പ്രതീകാത്മക സിനിമയ്ക്കകത്ത് പല ഡയലോഗും കാണും, ആരെങ്കിലും ഒക്കെ ഒളിച്ച് കഥാപാത്രങ്ങൾ കാണും, പല തരത്തിലുള്ള ആൾക്കാരെ കൊള്ളിച്ച് നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ റിക്കോർഡഡ് മോഡലിൻ്റെ ഒരു പ്രത്യേകത അറിയാം. റിക്കോർഡോ ചില കാര്യങ്ങൾ പറയും ചിലരെ ഉദ്ദേശിച്ചാൽ, പക്ഷെ അത് അങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. നമ്മൾ ആഴത്തിൽ പഠിച്ചു നോക്കിയാലും അത് ഇന്ന ആളെയാണല്ലോ അതിന് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പറയും. എന്ന് പറയാം, റെക്കോർഡിംഗ് തിയറി വെറുതെ ഒരിക്കലും ഒരു കാര്യം പറയാനില്ല. റെക്കോർഡിംഗ് തിയറിക്കകത്ത് പറയുന്നതെന്ന് അറിയും, അതിൻ്റെ അകത്ത് പോർച്ചുഗലും ബ്രിട്ടനുമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒറിജിനൽ മോഡലിൽ അങ്ങനെയാണ്, ബ്രിട്ടനും. അപ്പോൾ അതിൻ്റെ അകത്ത് റിക്കാർഡോ ബ്രിട്ടീഷുകാരനായതുകൊണ്ട് പോർച്ചുഗൽ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ടും ഗ്രേറ്റ് ബ്രിട്ടൻ വൈനിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന രാജ്യമായിട്ടാണ് പറയുന്നത്. വൈൻ ഒരു മാനുഫാക്ചേർഡ് കമ്മ്യൂണിറ്റിയാണ്, ക്ലോത്ത് ഒരു ക്ലോത്താണെന്ന് എൻ്റെ വിശ്വാസം കൊണ്ടോ ഒറിജിനൽ മോഡൽ വാട്ട് മേ ബി ഒരു ലേബർ അബൻഡായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ V2 ആരോ ഉപയോഗിച്ച പോലെ എനിക്ക് തോന്നുന്നു. എനിവേ കൃത്യമായി കമ്മ്യൂണിറ്റി ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോർച്ചുഗൽ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, ബ്രിട്ടൻ ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ടാണ് ഈ മോഡലിനകത്ത് എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് അറിയാം, പോർച്ചുഗൽ ഒരു കാരണവശാലും ഈ ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ വൈൻ നമ്മളങ്ങനെ നോക്കാം, ടെക്സ്റ്റൈൽ നമുക്ക് ഇച്ചിരി നന്നായിട്ട് മോഡലായിട്ട് നമ്മളിവിടെ വൈനും ടെക്സ്റ്റൈലായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പോർച്ചുഗൽ വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇവിടെ ഞാൻ മോഡലിൻ്റെ ഒറിജിനൽ മറന്നു പോയിട്ടോ, വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും. മനസ്സിലായല്ലോ, ടെക്സ്റ്റൈൽ കൂടുതൽ മെഷീനറി ഉപയോഗിക്കും, വൈനാണെങ്കിൽ തൊഴിലാളികളെ നമ്മൾ കർഷകർ ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡൽ പറയുന്നതിനറിയാം, പോർച്ചുഗൽ വൈന് മാത്രം ഉൽപ്പാദിച്ചാൽ മതി, വൈന് മാത്രം എക്സ്പോർട്ട് ചെയ്താൽ മതി, ടെക്സ്റ്റൈലോ ബ്രിട്ടൻ പ്രൊഡ്യൂസ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി എല്ലാം മിടുക്കനായ രാജ്യം പ്രൊഡ്യൂസ് ചെയ്യണം, അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിയൊക്കെ പാവപ്പെട്ട രാജ്യം പ്രൊഡ്യൂസ് ചെയ്യണം എന്നതിൻ്റെ അർത്ഥം ഈ മോഡലിനകത്ത് പറയുന്നത്. എന്നെങ്കിലും ഒരു കാലത്ത് ഈ ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോർച്ചുഗലിന് പറ്റുമോ? പറ്റിയില്ല. കാരണം എന്താ, അത് 0 യൂണിറ്റാണ് ഈ ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 1 യൂണിറ്റ് ടെക്സ്റ്റൈൽ നമ്മൾ പഴയകാലത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യില്ല, നാളെയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമല്ല നമുക്ക്. കാരണം നമുക്ക് അതിൻ്റെ ടെക്നോളജി നമുക്ക് കിട്ടില്ല. എന്നെങ്കിലും ഒരു യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലേ നമുക്ക് ഭാവിയിൽ ഇത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു മെസ്സേജ് എന്താണെന്നറിയോ, ഈ പോർച്ചുഗലും ബ്രിട്ടനും അവരൊക്കെ കൊണ്ടുവന്ന അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിയിൽ ഒരു പാവപ്പെട്ട രാജ്യം സ്പെഷ്യലൈസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി സ്പെഷ്യലൈസ്, ബ്രിട്ടനെ പോലെ അഡ്വാൻസ്ഡ് കൺട്രി മാനുഫാക്ചറിങ് കമ്മ്യൂണിറ്റി സ്പെഷ്യലൈസ് ചെയ്യട്ടെ എന്ന് ആ എക്സാമ്പിൾ അവിടെ കൊടുത്തപ്പോൾ അതിൻ്റെ മെസ്സേജ് ഇതാണ്, പാവപ്പെട്ട രാജ്യങ്ങൾ അഗ്രികൾച്ചർ കൺട്രി അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇനി ഡെവലപ്ഡ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ മതി. ഇവരൊരു കാരണം വെച്ചാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല. കാരണം എന്താ, അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 0 അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ 100%. ഇവർ 100%, നേരെ തിരിച്ച് ഈ ഡെവലപ്ഡ് രാജ്യം ഡെവലപ്ഡ് രാജ്യം 100% ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പോൾ
നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻസ്ഡ് രാജ്യമാകാനുള്ള അവസരം നമുക്ക് സ്മിത്തിൻ്റെ മോഡലിലും റിക്കാർഡോയുടെ മോഡലും ഇല്ല. പക്ഷേ അങ്ങനെയല്ല. എവിടെ? എക്സ് റോഡിൽ മോഡൽ. അവിടെ ഒരു രാജ്യം 2 കമ്മോഡിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഡെവലപ്പിംഗ് രാജ്യത്തിന് ഇച്ചിരിയെങ്കിലും മാനുഫാക്ചേർഡ് ഐറ്റമായിട്ടുള്ള സ്റ്റീൽ ഇന്ത്യയാണല്ലോ അതിനകത്ത് മാനുഫാക്ചേർഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ചിരുന്ന, ടെക്നോളജി കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്ന, മെഷീനറി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന സ്റ്റീൽ ഇച്ചിരിയെങ്കിലും ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മറ്റിടത്തുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്നെങ്കിലും ഒരു കാലത്ത് ഇന്ത്യ എന്ത് ചെയ്യും? സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് ഒരു സമ്പന്ന രാജ്യമായിട്ട് മാറാൻ ഇന്ത്യക്കുള്ളൊരു അവസരം എവിടെയുണ്ട്? എച്ച് മോഡലിലുണ്ട്. പക്ഷേ ഈ ഒരു അവസരം എവിടെയില്ല? ക്ലാസിക്കൽ മോഡലില്ല. ഡെവലപ്പിംഗ് കൺട്രി എന്നും ഡെവലപ്ഡ് ആയിരിക്കും. ഈ ഡെവലപ്പിംഗ് കൺട്രി ആയിരിക്കും. ഇതാണോ ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ചൈന ഉണ്ടാവുകയില്ലായിരുന്നു, ഒരിക്കലും ജപ്പാൻ ഉണ്ടാവില്ലായിരുന്നു, ഒരിക്കലും സൗത്ത് കൊറിയ ഉണ്ടായിരുന്നു, സിംഗപ്പൂർ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കയറി വന്നില്ലേ? എന്തുകൊണ്ടാണ്? അവർ അഗ്രികൾച്ചറിൽ മാത്രമല്ല സ്പെഷ്യലൈസ് ചെയ്തു, അവർ ഇൻഡസ്ട്രിയിലും കൂടെ സ്പെഷ്യലൈസ് ചെയ്തു. കിട്ടിയില്ലോ? അതുകൊണ്ട് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിന് രക്ഷപ്പെടാനുള്ള ഒരു മോഡലല്ല, നിലവിലുള്ള സിറ്റുവേഷൻ സമ്പത്തും ദാരിദ്ര്യവും സ്ഥിരപ്പെടുത്താനുള്ളൊരു മോഡലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ് മോഡൽ പ്രതീക്ഷ കൊടുക്കുന്നതാണ്. മാത്രമല്ല ഇന്നത്തെ ലോകത്തിലെ ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ, ജപ്പാൻ നമ്മൾ ആദ്യം പറയേണ്ടതായിരുന്നു, ഈ രാജ്യങ്ങളിലെ വളർച്ചയെ സാധൂരിക്കാനുള്ള ഒരു എക്സ്പ്ലനേഷൻ എച്ച് മോഡലിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ക്ലാസിക്കൽ മോഡലിന് അതൊരു കാരണവശാലും കൊടുക്കാൻ പറ്റുന്നില്ല. ചൈന പണ്ട് തന്നെ അഗ്രികൾച്ചർ കമ്മോഡിറ്റി രാജ്യമായിരുന്നല്ലോ, ശരിയല്ലേ? ഇപ്പോൾ മാനുഫാക്ചർ ആയിട്ടുള്ള രാജ്യമായി മാറിയല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് വാട്ട് വി ക്യാൻ സേ the difference between the classical theory and modern theory, their predictions. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് നമുക്ക് കാര്യമായിട്ട് ഒന്നുമില്ല. ഇതിൻ്റെ അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചോളം പ്രൈമറി കമ്മോഡിറ്റി മാത്രം പ്രൊഡ്യൂസ് ചെയ്യാം, അതേ വേറൊന്നും പ്രൊഡ്യൂസ് ചെയ്യേണ്ട രീതിയിൽ ക്ലാസിക്കൽ തിയറി. എച്ച് മോഡൽ പക്ഷേ അല്പം കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഉള്ള ഉയർച്ചയെ പറയുന്ന ഡൈനാമിക്കായിട്ടൊരു മോഡലാണ് ഏത്? ഈ മോഡേൺ തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ എക്സ് റോളി മോഡൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അത്ര മതി. ഈ നോട്ടൊക്കെ നിങ്ങൾ അവസാനം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അല്പം കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് എലാബറേറ്റ് ചെയ്തെന്നുള്ളൂ. നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. ഞാനത് വായിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരി തന്നെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ക്ലോസ് ചെയ്തോട്ടെ.